ഹൗസ് ഡ്രൈവർ വിസയിലെത്തി സ്പോൺസറുമായുള്ള കരാർ പ്രകാരം പുറംജോലികൾ ചെയ്തു വരികയായിരുന്നു വേണു. നിതാഖാത് നിയമങ്ങൾ കർശനമായതോടെ നാട്ടിൽ അവധിയിലായിരുന്ന വേണുവിനെ ഒരു വർഷം മുമ്പ് വിളിച്ചു വരുത്തി. പ്രതിമാസം 1000 റിയാൽ വീതം കഫാലത്ത് നൽകണമെന്ന് സ്പോൺസർ ആവശ്യപ്പെട്ടു. ഇത് നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചപ്പോൾ എക്സിറ്റ് അടിച്ചു. നാട്ടിലേക്ക് മടങ്ങാൻ വിമാനത്താവളത്തിലെത്തിയപ്പോൾ സാങ്കേതിക തകരാർ പറഞ്ഞ് തിരിച്ചയച്ചു. അങ്ങനെ ഞാൻ കേസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നിയമങ്ങളായി. ഇവിടെ മാർച്ച് ആയപ്പോഴത്തേക്ക് ഇവിടെ മാർച്ച് 3-ാം തീയതി മുതൽ നിയമങ്ങളായപ്പോൾ കേസ് കൊടുത്തവർക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ എല്ലായിടവും ഞാൻ കയറി ഇറങ്ങി. 7 മാസം കൊണ്ട് ഞാൻ കാണാത്ത ആൾക്കാരില്ല. പക്ഷേ ഒരു കാര്യം ഇതുവരെ ശരിയായിട്ടില്ല. ഈ സമയത്ത് നിരവധി പേരെ ഇക്കാരണത്താൽ വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ചയച്ചിരുന്നു. വിരലടയാളം രേഖപ്പെടുത്തുന്ന യന്ത്രത്തിന്റെ തകരാറാണ് ഇതിന് കാരണമെന്ന് പിന്നീട് കണ്ടെത്തി. എന്നാൽ എക്സിറ്റിന്റെ കാലാവധിക്ക് മുമ്പായി നാട്ടിലേക്ക് മടങ്ങാൻ വേണുവിന് സാധിച്ചില്ല. വീണ്ടും എക്സിറ്റ് നൽകാൻ 3000 റിയാൽ സ്പോൺസർ വാങ്ങിയെങ്കിലും എക്സിറ്റ് ലഭിച്ചില്ല. സ്പോൺസർക്കെതിരെ അമീർ കോടതിയിൽ കേസ് നൽകിയതിനാൽ ഇളവുകാലത്ത് നാട്ടിലേക്ക് പോകാനും കഴിഞ്ഞില്ല. ഇളവുകാലം അവസാനിക്കുകയും കേസ് നീണ്ടുപോവുകയും ചെയ്തു. അമ്മയും കുഞ്ഞമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് വേണു. കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോയി അമ്മയാണ് കുടുംബം നോക്കുന്നത്. സ്പോൺസറുമായി സംസാരിച്ച് തന്റെ വിഷയത്തിൽ ആരെങ്കിലും ഇടപെടുമെന്ന വിശ്വാസത്തിലാണ് വേണു. ക്യാമറമാൻ KM റഷീദിനൊപ്പം സാജിദ് ആറാട്ടുപുഴ, മീഡിയ 1, ദമാം.